അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂഷനും കൂടെ നോക്കാം. The merit of this sailor's heroism was that it was done with calculation in cold blood, as it were, with that 2 o'clock in the morning courage, of which Napoleon spoke as the real thing. അപ്പം നമ്മൾ ഒരു സെയിലറിൻ്റെ കഥ പഠിച്ചായിരുന്നു. സെയിലർ ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് എൻ്റയർ മനുഷ്യരാശിയെല്ലാം അതിൽ സന്തുഷ്ടനാണ്, അതിൽ പ്രൗഡ് ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചായിരുന്നു. അപ്പം സെയിലറിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ്, ദ മെറിറ്റ് ഓഫ് ദി സെയിലേഴ്സ് ഹീറോയിസം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹീറോയിസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡൺ വിത്ത് കാൽക്കുലേഷൻ. അദ്ദേഹം അത് കാൽക്കുലേഷനിലൂടെ ചെയ്തൊരു കാര്യം. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. കാരണം എനിക്ക് പേരൻസ് ഇല്ല, എനിക്ക് കാത്തുനിൽക്കാൻ ആരുമില്ല, പകരം എൻ്റെ കമ്പാനിയനായിട്ടുള്ള, എൻ്റെ കോംറേഡായിട്ടുള്ള കൂടെയുള്ള ആൾക്ക് അവിടെ കാത്തിരിക്കാൻ പേരൻസ് ഉണ്ട്, വീട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ചെല്ലുമ്പോഴാണ് ഒട്ടനവധി ആളുകൾ സന്തോഷിക്കുന്നത് എന്ന സെയിലർ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇൻ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ വളരെ ശാന്തതയോടെ എടുത്ത ഒരു തീരുമാനമാണ്. ആസിഫ് കോൾഡ് ബ്ലഡും ഉണ്ട്, ഹോട്ട് ബ്ലഡും ഉണ്ട്. കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ, ഹോട്ട് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചോര തിളക്കുക എന്ന് പറയും, അങ്ങനെയാണ് അതിൻ്റെ മലയാളം യൂസേജ്. ഹോട്ട് ബ്ലഡ് എന്ന് പറയും. ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോര തിളക്കില്ലേ, അപ്പോൾ അതാണ് ഹോട്ട് ബ്ലഡ്. കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡായിട്ട് അവൻ എടുത്തൊരു തീരുമാനമാണ്, പെട്ടെന്ന് എടുത്തു ചാടിയതല്ല, അത് വളരെ ആലോചിച്ച്. വിത്ത് ദാറ്റ് 2 o'clock in the morning courage, ഓഫ് വിച്ച് നെപ്പോളിയൻ സ്പോക്ക് ആസ് ദ റിയൽ തിങ്. അപ്പം നെപ്പോളിയൻ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ എടുക്കുന്ന തീരുമാനം വളരെ ശാന്തതയോടെ വേണം എടുക്കാൻ. ഒരിക്കലും എടുത്തു ചാടി എടുക്കുകയോ അല്ലെങ്കിൽ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യത്തിലൊരു ഡിസിഷനും നമ്മൾ എടുക്കരുതെന്ന് പറയാറുണ്ട്. അപ്പം ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഡിസിഷനും നമ്മൾ എടുക്കരുത്, കാരണം അതൊരു റൈറ്റ് ടൈം അല്ല. അപ്പം വളരെ 2 o'clock in the morning courage. 2 o'clock in the morning രാവിലെ എണീക്കുമ്പം 2 മണിക്ക് എണീറ്റിരുന്ന് ആലോചിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കിടക്കുന്നവരെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. 2 മണിക്ക് കിടക്കുന്നവരെ പറ്റിയല്ല, നേരത്തെ കിടന്നിട്ട് 2 മണിക്ക് എണീക്കുന്നവർ, അല്ലെങ്കിൽ 3 മണിക്ക് എണീക്കുന്നവരുടെ മനസ്സ് ഭയങ്കര ക്ലിയർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും എല്ലാം മാറിയിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുന്ന സമയം എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ശാന്തതയോടെ എടുത്ത ഒരു തീരുമാനം പോലെയാണ് സെയിലറിൻ്റെ തീരുമാനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹീറോയിസം. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എടുത്തതല്ല. മെനി ഓഫ് us could do brave things in hot blood. നമ്മളിൽ പലരും ഹോട്ട് ബ്ലഡ്, ചൂടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ധീരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. വിത്ത് എ സഡൻ റഷ് ഓഫ് ദി സ്പിരിറ്റ് ഹു വുഡ് ഫെയിൽ ഇഫ് വി ഹാഡ് ടൈം, ആസ് ദിസ് മാൻ ഹാഡ് ടു പോസ് ആൻഡ് ടു തിങ്ക്, ടു റീകൺ എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ, അപ്പം ടു ഡൗട്ട്, ടു ഗ്രോ കോൾഡ് ആൻഡ് സെൽഫിഷ്. അപ്പോൾ ഇദ്ദേഹം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഹോട്ട് ബ്ലഡിലല്ല, നമ്മൾ പലരും എടുക്കുന്നത് ചൂടായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അസ്വസ്ഥരായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത്. അതേസമയം ഇദ്ദേഹം എടുത്തത് വളരെ ശാന്തതയോടെ ഹി പോസ്റ്റ് ആൻഡ് തിങ്ക്, നിർത്തി ഒന്ന് ആലോചിച്ചു, അതുപോലെ തന്നെ ടു കാൽക്കുലേറ്റ് ചെയ്തു എല്ലാത്തിനെയും പറ്റി. അതുപോലെ അദ്ദേഹം വളരെ സെൽഫിഷ്നെസ് ഇല്ലാതെ, സെൽഫ്ലെസ്നെസ് ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്. ദ മെറിറ്റ് ഓഫ് ഹിസ് ഡീഡ് ഈസ് ദാറ്റ്, ഡീഡ് എന്ന് വെച്ചാൽ പ്രവൃത്തി, ഈസ് ദാറ്റ് ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഫിസിക്കൽ കറേജ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇതാണ് നോട്ട് ചെയ്യേണ്ട കാര്യം. ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഫിസിക്കൽ കറേജ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഫിസിക്കൽ കറേജും മെൻ്റൽ കറേജ്, മെൻ്റൽ കറേജ് അല്ല കേട്ടോ, മോറൽ കറേജാണ്. അപ്പോൾ ഫിസിക്കൽ കറേജും മോറൽ കറേജും ഒരേപോലെ ഉണ്ടാവണം. അപ്പം ഇദ്ദേഹത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഫിസിക്കൽ കറേജ് ബേസ്ഡ് ഓൺ ദി ഹയർ ക്വാളിറ്റി ഓഫ് മോറൽ കറേജ്. അപ്പോൾ ഇവിടെ ഈ സെയിലർ ഒരിക്കലും അദ്ദേഹം ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഫിസിക്കൽ കറേജ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മോറൽ കറേജും കൂടെ, മോറൽ കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനസികമായിട്ടുള്ള, നമുക്കിപ്പം മൊറാലിറ്റി എന്ന് പറയും, നന്മയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മൊറാലിറ്റിയിൽ വരുന്നതാണ് ലവ്, വിർച്യു, ഗുഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ.
അപ്പം ധാർമ്മിക ബോധവും ശാരീരികമായിട്ടുള്ള ധൈര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ധാർമ്മികതയും ശാരീരിക ധൈര്യവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഈ ധാർമ്മിക ബോധമുള്ളവനെ ശാരീരിക ബോധം അതിനനുസരിച്ച് പ്രവർത്തിക്കൂ എന്നർത്ഥം. നോർ ബിക്കോസ് എ മാൻ ഫെയിൽസ് ഇൻ ദി ഗ്രേറ്റ്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബാഹുബലി സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഉള്ളവരുണ്ട്. ഒന്നാമത് ബാഹുബലി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫിസിക്കൽ കറേജ് ഉണ്ട്, ശാരീരികമായിട്ടുള്ള ഒരു പവറുണ്ട്, അതുപോലെ തന്നെ ധാർമ്മികതയുണ്ട് അല്ലേ, ഒരു മോറൽ കറേജ് ഉണ്ട്, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പുള്ളി താഴെക്കടയിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഫിസിക്കൽ കറേജ് മാത്രമല്ല ധാർമ്മികത മോറൽ കറേജും അദ്ദേഹത്തിന് വളരെ കൂടുതലാണ്. അദ്ദേഹം രണ്ടാമത്തെ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ അറിയാം, മറ്റേ കൂടെയുള്ള ഭടന്മാരുടെ വീട്ടിൽ പോയി താമസിക്കുക, അങ്ങനെ കുറേയൊക്കെ സംഭവങ്ങൾ, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്തു, അതൊക്കെ ഒരു മോറൽ കറേജാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പേരെന്നായിരുന്നു, റാണ രഘുപതി അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ധാർമ്മികത ഇല്ലായിരുന്നു, മോറൽ കറേജ് ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് ഒരു ദയാദാക്ഷിണ്യമില്ല. പക്ഷേ ഫിസിക്കൽ കറേജ് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ തുടക്കത്തിൽ കാണും മറ്റേ കാളേനെയൊക്കെ പിടിച്ച് നിർത്തുന്ന ഒരു ഫിസിക്കൽ കറേജ്, അദ്ദേഹത്തിന് ആ പവർ ഭയങ്കരമായിരിക്കും. പക്ഷെ അത് ഒരു കാര്യമില്ല, രണ്ടും ഈക്വലി ഹയർ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ആൻ ആക്ട് ഓഫ് ഫിസിക്കൽ കറേജ് ബേസ്ഡ് ഓൺ ദി ഹയർ ക്വാളിറ്റി ഓഫ് മോറൽ കറേജ്. ആ ഒരു സെൻറ്റൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ആകത്തുക എന്ന് പറയുന്നത്. നോർ ബിക്കോസ് എ മാൻ ഫെയിൽസ് ഇൻ ദി ഗ്രേറ്റ് മൊമെന്റ് ഇഫ് ഈസ് ഹി നെസസറിലി ഓൾ എ കവേർഡ്. മാർക്ക് ട്വെയിൻ വാസ് വൺസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓഫ് മൈൻ ഓൺ ദ സബ്ജക്ട് ഓഫ് കറേജ് ഇൻ മെൻ. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അപ്പം അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കേണ്ടായി. ആരുടെ ഫ്രണ്ട്? നമ്മുടെ ഓതറിൻ്റെ ഫ്രണ്ട്. ആൻഡ് സ്പോക്ക് എ മാൻ ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ബുക്ക് ദാറ്റ് ഹാസ് ബിക്കം എ ക്ലാസിക്. അപ്പോൾ അദ്ദേഹം ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ആ ഫ്രണ്ടിനെ കുറിച്ച് എഴുതിയൊരു കഥയാണ്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പേര് തന്നെയാണ് ആ ബുക്കിൻ്റെ തലക്കെട്ട്. ഐ ന്യൂ ഹിം വെൽ, he said. I knew him as a brave man, yet he once did the most cowardly thing I have ever heard of any man. അപ്പം അദ്ദേഹം ഒരു ധീരനായിട്ടുള്ള യുവാവാണ്. അപ്പം മാർക്ക് ട്വെയിൻ്റെ ഒരു കഥാപാത്രമാണ്, ആ കഥാപാത്രം ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ പേര് തന്നെ ആണ് മാർക്ക് ട്വെയിൻ ആ ബുക്കിനും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കഥാപാത്രം എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരു ബ്രേവ് മാനാണ്, അദ്ദേഹം ഒരു ധീരനായ വ്യക്തിയാണ്. യെറ്റ് വൺസ് ഡിഡ് ദ മോസ്റ്റ് അദ്ദേഹം അങ്ങനെ ഒരു ദിവസം ഒരു ഭീരത്വമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം, അല്ലെങ്കിൽ ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ കവേർഡ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ഭീരത്വം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു. He was in a shipwreck, and as the ship was going down, he snatched a life belt from a woman passenger and put it on himself. അദ്ദേഹം ചെയ്ത ഒരു ഭീരത്വം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പുറമെ ഭയങ്കര ധീരവാനാണെന്ന് പറയും, പക്ഷെ ഒരു കപ്പൽ മുങ്ങി. എല്ലാം ഈ കപ്പലിൻ്റെ കേസാണ്. ഇപ്പം മൂന്നാമത്തെ കപ്പലല്ലേ, മൂന്നാമത്തെ കപ്പലിൻ്റെ കഥയിൽ പറയുന്നത്, കപ്പലിങ്ങനെ വ്രക്ക് ചെയ്യാന്ന് പറഞ്ഞ കപ്പൽ തകർന്നു പോയൊരു സമയത്ത്, അതിൽ നിന്ന് രക്ഷപ്പെടാവുന്ന സമയത്ത് ഇദ്ദേഹം ലൈഫ് ബെൽറ്റ്, ഒരു വുമൺ പാസഞ്ചറിൻ്റെ ലൈഫ് ബെൽറ്റ് എടുത്ത് രക്ഷപ്പെട്ടു. ഹി വാസ് സേവ്ഡ്, ഷി വാസ് ഡ്രോൺഡ്. അപ്പം അദ്ദേഹം രക്ഷപ്പെട്ടു, അവൾ മുങ്ങിപ്പോയി. ആൻഡ് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഫ്രൈറ്റ്ഫുൾ ആക്ട് ഐ തിങ്ക് ഹി വാസ് നോട്ട് എ കോവാർഡ്. അപ്പം എനിക്ക് ആ ഒരു അവൻ്റെ ആക്ഷനിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അവൻ ഒരിക്കലും ഒരു പൊട്ടനല്ല. കവേർഡ് എന്ന് പറഞ്ഞ ഒരു ഭീരുവല്ല. അവൻ ചെയ്തത് ഒരു ധൈര്യമുള്ള ഒരു കാര്യമാണ്. ഐ നോ ദർ വാസ് നോട്ട് എ ഡേ ഓഫ് ഹിസ് ലൈഫ് ആഫ്റ്റർവേർഡ്സ് വെൻ ഹി വുഡ് നോട്ട് വില്ലിംഗ്ലി ആൻഡ് ഇൻ കോൾഡ് ബ്ലഡ് ഹാസ് ഗീവൺ ഹിസ് ലൈഫ് ടു റീകോൾ ദാറ്റ് ഷെയിംഫുൾ ആക്ട്. അവൻ അന്നേരം ചെയ്ത കാര്യം അത് ഭയങ്കര ധീരമായിട്ടുള്ള കാര്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവൻ അതിൻ്റെ പിൽക്കാലത്ത് നോട്ട് എ ഡേ ഓഫ് ഹിസ് ലൈഫ്, ഇനി അവൻ ജീവിക്കുന്ന ഓരോ ദിവസവും അവൻ എണ്ണി ജീവിക്കേണ്ടി വരും ഈ ഒരു പശ്ചാത്താപം കാരണം, ഈ ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റ് അവൻ്റെ ഉള്ളിലുണ്ടാവും. ആൻഡ് ഇൻ കോൾഡ് ബ്ലഡ്, ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അവൻ തണുത്തിരിക്കുന്ന ഒരു സമയത്ത് അവൻ ആലോചിക്കും, ഞാൻ ഇത്രയും വലിയൊരു ഷെയിംഫുൾ ആക്ട് ഇൻ ഹിസ് ലൈഫ് ടു റീകോൾ ദാറ്റ് ഷെയിംഫുൾ ആക്ട്, ഇത്രയും ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഞാൻ അന്ന് ചെയ്തത്. അവളെ രക്ഷിക്കേണ്ടതിന് പകരം അവളുടെ ലൈഫ് ജാക്കറ്റും കൂടെ ഞാൻ ഇട്ടിട്ട് ഒരു യുവതിയെ കൊല്ലുകയാണ് ചെയ്തത്
എന്നുള്ളത് ആ ഒരു മനസ്താപം പുള്ളിയുടെ ഉള്ളിൽ എന്നും ഇനി ജീവിതത്തിലുണ്ടാവും. അവൻ അന്ന് ചെയ്തത് ബുദ്ധിപൂർവമായിട്ട് ഒരു കാര്യമാണ് ചെയ്തതെങ്കിലും അത് ശരിയല്ല. അത് ഒരു ധാർമ്മിക അവൻ്റെ അവിടെ അന്നേരം നമുക്ക് എന്നാ പറയാൻ പറ്റുക, അവന് ഫിസിക്കൽ കറേജ് ഉണ്ട് പക്ഷെ മോറൽ കറേജ് ഇല്ല. ഇൻ ദിസ് കേസ് ദ ഫെയിലിയർ peril and the physical coward came uppermost. If he had time to recover his moral balance, he would have died an honorable death. In this, it is an uncommon thing for a man to have in him the elements both of the hero and the coward. അപ്പം ഈ ഒരു കേസിൽ, ഈ ഒരു ഇവൻ്റെ കാര്യത്തിൽ, നമ്മുടെ മാർക്ക് ട്വെയിൻ്റെ കഥാപാത്രത്തിൻ്റെ കാര്യത്തിൽ ദ ഫെയിലിയർ വാസ് നോട്ട് ഇൻ മോറൽ കറേജ്. അപ്പം മോറൽ കറേജിൻ്റെ തോൽവിയല്ല, മോറൽ കറേജ് അല്ല അവിടെ തോറ്റുപോയത്, ബട്ട് ഫിസിക്കൽ കറേജ് ആണ്. ഹി വാസ് ഡീമോറലൈസ്ഡ് ബൈ ദി പെറിൽ ആൻഡ് ദി ഫിസിക്കൽ കറേജ് കെയിം അപ്പർ മോസ്റ്റ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ മോറൽ കറേജ് ആണ് കൂടുതൽ നിൽക്കുന്നത്. കാരണം എന്താണ്? കാരണം അവൻ ബലം പ്രയോഗിച്ച് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവിടെ ബലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൻ്റെ അവൻ നല്ല കായികക്ഷമത ഉള്ളതുകൊണ്ടാണ് ഇവളുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചത്. അപ്പം അവിടെ അവൻ്റെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീമോറലൈസ് ചെയ്തു, മൊറാലിറ്റി നഷ്ടപ്പെട്ടു. ബൈ ദി പെറിൽ എന്ന് വെച്ചാൽ ആപത്ത്. ഈ ഒരു വിപത്തിൽ നിന്ന്, ഈ വിപത്തുണ്ടാകാൻ കാരണം അവൻ്റെ ആ ഒരു ഡീമോറൽ ആക്ടിവിറ്റിയാണ് അവൾ മരിച്ചു പോയത്. ഇഫ് ഹി ഹാഡ് ടൈം ടു റിക്കവർ ഹിസ് മോറൽ ബാലൻസ് ഹി വുഡ് ഹാവ് ഡൈഡ് ആൻ ഓണറബിൾ ഡെത്ത്. അവൻ ഇനി അവൻ്റെ ജീവിതകാലത്ത് അവൻ ചെയ്ത ആ ഒരു ഗിൽറ്റ്, അവൻ്റെ ആ പശ്ചാത്താപം അവനുണ്ടെങ്കിൽ അവന് സമാധാനപൂർവ്വം മരിക്കാൻ സാധിക്കും. ഹി വുഡ് ഹാവ് ആൻ ഓണറബിൾ ഡെത്ത്. ബാക്കിയുള്ള ആൾക്കാർ അവനെ അംഗീകരിച്ച് ഒരു മരണം, നല്ലൊരു മരണം അവന് കിട്ടും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും അവനെ തിരിഞ്ഞു നോക്കത്തില്ല എന്നർത്ഥം. ഇറ്റ് ഈസ് നോ കോമൺ തിങ് ഫോർ എ മാൻ ടു ഹാവ് ഹിം ദ എലമെന്റ്സ് ബോത്ത് ഓഫ് ദി ഹീറോ ആൻഡ് ദി കോമൺ. അപ്പം വളരെ ചുരുക്കം ചിലരിൽ മാത്രമേ ഇത്തരം ഹീറോ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഏറ്റവും പേടിത്തൊണ്ടന്മാരും ഉള്ളത്. ഇപ്പോൾ ഒരാളിൽ തന്നെ ഒന്നെങ്കിൽ ഒരാൾ നമുക്ക് അവനൊരു ഹീറോയാണ് എന്ന് പറയാം, അവന് പേടിയില്ല, ഒന്നിനെയും പേടിയില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇത്തരം രണ്ട് കാര്യങ്ങൾ, ബോത്ത് ദ ഹീറോ ആൻഡ് ദി കോവേർഡ് തിങ് കംസ് വെരി അൺകോമൺ ഫോർ എ മാൻ. ഇപ്പം ആളുകൾക്ക് ഇടയിൽ ഈ രണ്ട് സ്വഭാവം കാണിക്കുന്ന ഒരു വളരെ ചുരുക്കം പേരുള്ളൂ. അതിലൊരാളാണ് ഇപ്പം പറഞ്ഞ നമ്മുടെ മാർക്ക് ട്വെയിൻ്റെ കഥാപാത്രം എന്ന് പറയും. യു റിമെമ്പർ ദാറ്റ് ഡിലൈറ്റ്ഫുൾ മാർക്ക് ഓഫ് മിസ് ഡിസ്രേലി, one of the most characteristics of the many quaint saying attributed to that strange woman. ഡിസ്രേലി എന്ന് പറയുന്ന ഒരു വുമന്റെ കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഡിസ്രേലി എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറയുന്ന ഒരു ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു UK-യുടെ. നമ്മുടെ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ഭാര്യയാണ് ഡിസി എന്ന ഓമനപ്പേരോടെ വിളിക്കുന്ന മിസ്സസ് ഡിസ്രേലി. അപ്പൊ ഡിസ്രേലിയുടെ ഒരു ഇവന്റ് പറയുക, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലെ ഒരു കഥ പറയുകയാണ്. യു റിമെമ്പർ ദാറ്റ് മോർ ഡിലൈറ്റ്ഫുൾ റിമാർക്ക്, വൺ ഓഫ് ദി മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മെനി quaint saying that attribute to that strange woman. Dissy, she said, has wonderful moral courage but no physical courage. ഡിസി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. ഹാസ് ആർക്കാന്ന് പറയുന്നില്ല, ഹാസ് വണ്ടർഫുൾ മോറൽ കറേജ്. ധാർമ്മിക ബോധം അവന് കൂടുതലാണ്, പക്ഷെ അവന് ഫിസിക്കൽ കറേജ് വളരെ തീർത്തും ശോകമാണ് അല്ലെങ്കിൽ പോക്കാണ്. ഐ ഓൾവേസ് ഹാവ് ടു പുൾ ദ സ്റ്റിങ് ഓഫ് ഹിസ് ഷവർ ബാത്ത്. എനിക്ക് വേണം അവനെ എപ്പോഴും, ഞാൻ വേണം അവനെ എപ്പോഴും കുളിപ്പിക്കാൻ എന്ന് പറയണം. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഡിസി എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്രേലി. ഇത് ചോദിച്ചിട്ടുള്ളതാട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡിസ്രേലി ഈ പുള്ളിക്കാരിയുടെ ഭർത്താവായിട്ടുള്ള പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. പുറമേ നോക്കുമ്പോൾ, ആൾക്കാരുടെ പുറമേ നോക്കുമ്പോൾ വളരെ ഫിസിക്കൽ കറേജ് ഉണ്ട്, മെന്റൽ കറേജ് ഉണ്ട്, മോറൽ കറേജ് ഉണ്ട്, ധാർമ്മിക ബോധം പറയുന്നുണ്ട്, ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, ഒരു രാജ്യത്തെ നയിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇന്നർ മോസ്റ്റ് സീക്രട്ട് എന്താന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? ഇദ്ദേഹത്തെ കുളിപ്പിക്കുന്നതെല്ലാം ഞാനാണ്. അത്രയും ഫിസിക്കൽ കറേജ് അദ്ദേഹത്തിന് തീർത്തും പോരാ, അത് പേടിയായിരിക്കും മിക്കവാറും. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഇലുസ്ട്രേഷൻ ഓഫ് ദാറ്റ് കോൺഫ്ലിക്ട് ഓഫ് ദി കോവേർഡ് ആൻഡ് ദ ബ്രേവ് മാൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ മോസ്റ്റ് ഓഫ് us.
ഇതൊരു വളരെ തെളിയിക്കുന്ന, ഇലുസ്ട്രേറ്റ് ചെയ്യുന്ന വളരെ ഉത്തമമായിട്ട് തെളിയിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ദ കോൺഫ്ലിക്റ്റ് ഓഫ് ദി കവേർഡ് ആൻഡ് ദ ബ്രേവ് മാൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ മോസ്റ്റ് ഓഫ് us. എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ കൂടുതൽ ആളുകൾക്ക് ചില സമയത്ത് നമ്മൾ ഭീരുക്കളായിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ധൈര്യശാലികളായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് വളരെയധികമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയാണ്. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരിലും ധൈര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ധൈര്യം തോന്നുന്നത് എന്താണ്? സർക്കംസ്റ്റൻസ് ആണ്. സർക്കംസ്റ്റൻസിനേക്കാളും പറഞ്ഞൊരു വേർഡ് സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ ധൈര്യം പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പം അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഡിസീസ് മോറൽ കറേജ് ക്യാരിഡ് ഹിം ടു ദ ബാത്ത്. അപ്പം ഡിസിക്ക് എന്താണ്? ഡിസിക്ക് ബോത്ത് മോറൽ കറേജും ഉണ്ട്, ഫിസിക്കൽ കറേജും ഉണ്ട്. കാരണം പുള്ളിക്കാരിക്ക് ഒരു ധാർമ്മികത ഉള്ളതുകൊണ്ടാണ് സ്വന്തം ഭർത്താവിനെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നത് അല്ല. ബട്ട് ഹിസ് ഫിസിക്കൽ കറേജ് ഫെയിൽഡ് ഹിം. പക്ഷെ അദ്ദേഹത്തിന് ഫിസിക്കൽ കറേജ് ഇല്ല. മനസ്സിലായോ? അപ്പം ഭാര്യയ്ക്ക് ഒരു മോറൽ കറേജ് ഉണ്ട്. എൻ്റെ ഭർത്താവാണല്ലോ ഇവൻ, പുറത്ത് ഞാനാണ് ഇവനെ കുളിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം പുറത്തറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത് അവളുടെ ഒരു ധാർമ്മിക ബോധമാണ്. കാരണം നാടിനെ വിറപ്പിക്കുന്ന ഒരു ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ചുരുക്കം ചിലർക്ക് മാത്രം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പോലും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കുളിക്കാൻ പേടിയാണ്. അപ്പം ഭാര്യ ആ ഒരു മോറൽ കറേജ് ഏറ്റുകൊണ്ട് ഈ ഫിസിക്കൽ കറേജ് ഇല്ലാത്ത ഇവനെയും കൊണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകും. ഹി കുഡ് നോട്ട് പുൾ ദ സ്ട്രിങ് ദാറ്റ് അഡ്മിനിസ്റ്റേർഡ് ദ കോൾഡ് ഷോക്ക്. അപ്പം എന്താണ് പ്രശ്നം? അദ്ദേഹത്തിന് പേടി എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, കോൾഡ് ഷോക്ക്. അപ്പം നമ്മൾ സ്ട്രിങ് ഉണ്ടല്ലോ, തണുത്ത വെള്ളം വരുന്നതും ചൂടുവെള്ളം വരുന്നതും, അപ്പോൾ ആ തണുത്ത വെള്ളം ദേഹത്ത് വീഴുന്നത് അദ്ദേഹത്തിന് വളരെ അസ്വസ്ഥത അല്ലെങ്കിൽ വളരെ പേടിയുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ബ്രിട്ടനെ ഏറ്റവും വിറപ്പിച്ച ഒരാളാണ് ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറയുന്ന ഒരു കമാൻഡർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയും. അദ്ദേഹത്തിന് തണുത്ത വെള്ളം പേടിയാന്ന് പറയും. ദ ബാത്റൂം ഈസ് റിച്ച് ഇൻ സച്ച് സീക്രറ്റ്സ് ആൻഡ് ലൈഫ് ടീംസ് വിത്ത് ദം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു രഹസ്യങ്ങളൊക്കെ അത്രയും ഒരുപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പേടിയായിട്ടുള്ള. ഇപ്പം ജാക്കി ചാൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ, ജാക്കി ചാൻ അറിയാമെന്ന് തോന്നുന്നല്ലോ. അപ്പം ജാക്കി ചാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ജാക്കി ചാൻ, ബ്രൂസ്ലി തുടങ്ങിയ ആൾക്കാരൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ജാക്കി ചാനൊക്കെ വലിയ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്നൊക്കെ താഴോട്ടിറക്കി ചാടുന്നൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു ശരിക്കുമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ മാത്രം, ചൈനക്കാരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഒക്കെ ചുമ്മാ ഇങ്ങനെ ചാടിക്കളിച്ച് നടക്കുന്നതിന് ഒരു പഞ്ഞവുമില്ല. അത്രയും നല്ല കരോട്ട ചെയ്ത് വഴക്കമുള്ള ശരീരമായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഫിസിക്കലി ഫിറ്റാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും പേടിയായിട്ടൊരു ചെറിയ സാധനമായിരിക്കും. ജാക്കി ചാൻ ഏറ്റവും പേടിയുള്ളത് പാറ്റയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ധീരനായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒരു ചെറിയൊരു എലമെന്റ് കാണും പേടിയായിട്ടുള്ളവർ. അത് നമ്മൾ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. അതുപോലെ ഇപ്പം EMS നമ്പൂതിരിപ്പാട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഭയങ്കര അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹം വളരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ബലഹീനത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിക്കാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ വിക്കിയാണ് പറയും. അപ്പം അതൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒരു പോരായ്മ കാണും. അപ്പം ഇവിടെ നമ്മുടെ ഡിസ്രേലിയുടെ കാര്യം പറയാം. അപ്പം മിസ്സസ് ഡിസ്രേലിയാണ് ഇദ്ദേഹത്തെ കുളിപ്പിക്കുന്നത്. അപ്പം മിസ്സസ് ഡിസ്രേലിയുടെ മോറൽ കറേജ് വളരെയധികമാണ്. പക്ഷേ ഡിസ്രേലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫിസിക്കൽ കറേജ് തീർത്തും പോരാ. അപ്പം ദ ട്രൂ ഹീറോ ഈസ് ഹീ ഹൂ യുണൈറ്റ്സ് ദിസ് ടു ക്വാളിറ്റീസ്. അണ്ടർലൈൻ. അപ്പം ഒരു ട്രൂ ഹീറോ എന്ന് പറയുന്നത് ഇത് രണ്ടും ഉണ്ടാവണം. നിങ്ങൾ ഈ ബാഹുബലിയുടെ ആ എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മുടെ ബാഹുബലി ചേട്ടൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. ദ ഫിസിക്കൽ എലമെന്റ് ഈസ് മോർ പ്ലെന്റിഫുൾ for one man who will count the most of sacrifice and having counted it, pay the price with unfaltering heart. Unfaltering means strong ആയിട്ടുള്ള ഹൃദയം. There are many who will answer the sudden call to meet peril with swift deviance. അപ്പം ഒരു ട്രൂ ഹീറോ എന്ന് പറയുന്നത് രണ്ട് ക്വാളിറ്റി ഈക്വൽ ആയിട്ട് കൊണ്ടുവന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഫോർ വൺ മാൻ, നമ്മൾ സെയിലറിൻ്റെ കാര്യം എടുക്കുകയാണ്. സെയിലറിൻ്റെ കാര്യം, ഹു വിൽ കൗണ്ട് ദ മോസ്റ്റ് ഓഫ് സാക്രിഫൈസ് ആൻഡ് ഹാവിങ് കൗണ്ടഡ് ഇറ്റ് പേ ദ പ്രൈസ് വിത്ത് സ്ട്രോങ് ഹാർട്ട്. ദർ ആർ മെനി ഹു വിൽ ആൻസർ ദ സഡൻ കോൾ ടു
അപ്പം നമ്മുടെ കാലം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആളുകൾ ത്യാഗം ചെയ്തവർ, ഇപ്പോൾ സെയിലറിനെ പോലെ ത്യാഗം ചെയ്തവർ കുറേ അധികം ആളുകളുണ്ട്. അവർ വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്നവരുണ്ട്. ധീരനായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ ലോകത്ത്. അതുപോലെ തന്നെ ഇത് ഞാൻ ചെയ്യുന്ന കാര്യം വിത്ത് വളരെ ധീരമായിട്ടുള്ള പ്രവൃത്തി, വിത്ത് അൺഫാൽട്ടറിങ് ഹാർട്ട്, വിത്ത് സ്ട്രോങ് മൈൻഡഡ് ഹാർട്ട്, വളരെ നല്ല ദൃഢമായിട്ടുള്ള ഹൃദയമുള്ളവരും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച ആളുകളും ഉണ്ട്. ദെയർ ആർ മെനി ഹു വിൽ ആൻസർ ദി സഡൻ കോൾ ടു മീറ്റ് പെറിൽ. പെറിൽ എന്ന് വെച്ചാൽ ആപത്ത്. വിത്ത് സ്വിഫ്റ്റ് ഡീവിയൻസ്. അതുപോലെ തന്നെ രോഗം വരും എന്ന് കണക്കിലാക്കി, അല്ലെങ്കിൽ രോഗമല്ല, ആപത്ത് എനിക്ക് വരും, അല്ലെങ്കിൽ ഇതെന്നെ പിടികൂടുമെന്ന് അറിഞ്ഞിട്ട് പോലും തലവെച്ച് കൊടുക്കുന്നവരുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന കോവിഡ് അല്ലെങ്കിൽ നിപ്പ എല്ലാം ഫേസ് ചെയ്ത ഹെൽത്ത് വർക്കേഴ്സൊക്കെ, അവർക്ക് ഈ ഒരു ഇപ്പം കോവിഡിൻ്റെ കൊറോണയുടെ തുടക്കകാലത്തിലൊക്കെ ഇത് എങ്ങനെ പടരും, അതല്ലെങ്കിൽ ഇത് ഒരെണ്ണമൊക്കെ വന്നപ്പോഴും നമ്മളെല്ലാം വീട്ടിൽ കയറിയിരുന്ന അവസ്ഥ വരെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭൂമി ആകാശത്തൂടെ പടരുമോ, അല്ലെങ്കിൽ ചുമ്മാ വഴി നമ്മൾ റൂട്ട് മാപ്പ് വരെ തയ്യാറാക്കിയ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ പോയി ഇറങ്ങി, അദ്ദേഹം പിന്നെ അങ്ങോട്ട് പോയി, അപ്പോൾ അത്ര റൂട്ട് മാപ്പ്, ആ റൂട്ടിലുള്ളവരെല്ലാം ക്വാറന്റൈനിലൊക്കെ പോയ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പിടിക്കുന്ന ഒരു സാധനമാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് എല്ലാം ഇറങ്ങി തിരിച്ചു. എന്ന് വെച്ചാൽ അവർക്ക് സഡൻ കോൾ ടു മീറ്റ് പെറിൽ, ആപത്ത് അവരുടെ ഫ്രണ്ടിൽ ഉണ്ടാകും, ഞങ്ങൾ ഇതിൽ നിന്ന് ഒന്നെങ്കിൽ മരണം ഉറപ്പാക്കി തന്നെ ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ത്യാഗം ചെയ്തവർ വീണ്ടും ത്യാഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നവരുണ്ട്. ദാറ്റ് ദ കറേജ് ദാറ്റ് സ്നാച്ചസ് എ കോംറേഡ് ഫ്രം അണ്ടർ ദി ഗൺസ് ഓഫ് ദി എനിമി. അപ്പോൾ അത്രയും ആൾക്കാരുണ്ട് എന്ന് ആദ്യം പറയുന്നു. അതുപോലെ തന്നെ ദ കറേജ് ദാറ്റ് സ്നാച്ചസ് എ കോംറേഡ് ഫ്രം അണ്ടർ ദി ഗൺസ് ഓഫ് ദി എനിമി. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ധീരനായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ, അവർക്ക് അവരുടെ കൂട്ടുകാരെ അണ്ടർ ദി ഗൺസ് ഓഫ് ദി എനിമി, അവരുടെ കോംറേഡ്, അവരുടെ കൂട്ടുകാരെ ഒരു അവരുടെ എനിമിയുടെ ഗണ്ണിൻ്റെ മുന്നിൽ, നമ്മുടെ തോക്കിൻ്റെ മുൾമുനയിൽ നിന്ന് രക്ഷിക്കാനുള്ള കഴിവ് ഉള്ളവരുമുണ്ട്. അതുപോലെ തന്നെ ഓർ എ ചൈൽഡ് ഫ്രം ദ ഫ്ലെയിംസ്, ഒരു കെട്ടിടത്തിന് തീ പിടിച്ചൊരു കൊച്ചിനെ രക്ഷിക്കുന്നവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ വളരെ അതിനെപ്പറ്റി ന്യൂസുകൾ വായിക്കാറുണ്ട്. ഇത്തരം ആൾക്കാരുണ്ട്, വളരെ ധീരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കീർത്തിചക്ര അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുമാണ്. ഇത്തരം ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് വർക്കേഴ്സിനെ പോലെയും, അല്ലെങ്കിൽ പട്ടാളക്കാരെ പോലെയും, അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനെ അവൻ്റെ എനിമിയിൽ നിന്ന്, അവൻ്റെ ഗൺ ഷോട്ടിൽ നിന്ന് രക്ഷിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മറ്റേ ബോംബെയിലെ ആ ഒരു പഴയൊരു താജിലുണ്ടായിട്ടുള്ള ആ ഒരു ഗൺ ഷോട്ടിൽ നിന്നൊക്കെ രക്ഷിച്ചത് നമ്മുടെ ആർമിയൊക്കെ പോയി രക്ഷിച്ചത്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം അവർ ആ ഒരു പെറിൽ എന്ന് പറഞ്ഞാൽ ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരതിനെ ഫേസ് ചെയ്യുന്നത്. പക്ഷെ അവർ അത് ഫേസ് ചെയ്യാൻ അവർ ഹാപ്പിലി നോട്ട് അൺകോമൺ. പക്ഷെ ഇത്തരം ആൾക്കാർ സർവ്വസാധാരണമായിട്ട്, അല്ലെങ്കിൽ പൊതുവെ കോമൺ അല്ല, പക്ഷെ എന്നാലും ഇത്തരം വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഇവരെ പറ്റി, ധീരന്മാരായിട്ടുള്ള ആൾക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ആൻ ഇമ്പൾസ് ദാറ്റ് ടേക്സ് മെൻ ഔട്ട് ഓഫ് ദംസെൽഫ് ആൻഡ് ബൈ certain spirit of challenge to fate എന്ന് വെച്ചാൽ വിധി, that everyone with an sporting instinct loves to take. അപ്പം ചില ആൾക്കാർ, നമ്മളിപ്പോൾ പറഞ്ഞു ത്യാഗം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. പക്ഷെ ചില ആളുകൾ അവർക്ക് അവരുടെ വിധിയെ ചാലഞ്ച് ചെയ്യാൻ, നമുക്കിത് സംഭവിക്കും എന്നൊരു വിധി ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മളിപ്പം മരിക്കാൻ പോവുക, അതിന് മുമ്പേ അവളെ രക്ഷിക്കാം എന്ന് കരുതി അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം അതിനെ ചാലഞ്ച് ചെയ്യുക, വിധിയെ ചാലഞ്ച് ചെയ്യുന്നവരും അതൊരു സ്പിരിറ്റായിട്ട് വേണം എടുക്കുന്നവരും ഉണ്ട്. ഇപ്പം ഹിമാലയം കയറിയ ഒരുത്തൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം കൽപ്പന ചൗള തുടങ്ങിയ ആളുകളൊക്കെ പുറത്തു പോയി നമ്മുടെ ചന്ദ്രനിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നവരാണ്. അപ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ അറിയാം അവർ ചിലപ്പോഴേ തിരിച്ച് വരത്തുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നവരുമുണ്ട്. എവരി വൺ വിത്ത് എ സ്പോർട്ടിങ് ഇൻസ്റ്റിങ്ക്ട് ലവ് ടു ടേക്ക്. അവർ ആ ഒരു ചാലഞ്ച്, അവരുടെ വിധി മരണമാണെങ്കിൽ അതായിക്കോട്ടെ, പക്ഷെ അതിനെ തടുക്കാൻ, അല്ലെങ്കിൽ അതിനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നവരും ഉണ്ട്. അതാണ് ഉദാഹരണമാണ് ഈ സ്പേസിലൊക്കെ പോകുന്നവരൊക്കെ. ബട്ട് ദി ആക്ട് ഓഫ് ദി സെയിലർ ഓഫ് ദി ഫോർമിഡബിൾ വാസ്. അപ്പം ഇത്രയും പറഞ്ഞു കൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പം ഇത്തരം ആളുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്.
ഈ ധീരന്മാരായിട്ടുള്ള ത്യാഗം ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഗൺ ഷോട്ടിൽ നിന്ന് രക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളെ ഫ്ലെയിമിൽ നിന്ന്, തീയിൽ നിന്ന് രക്ഷിക്കുന്നവരുണ്ട്. അതുപോലെ എന്താണ് വിധി, ഇന്നതാണ് വിധി എന്ന് അറിഞ്ഞിട്ട് പോലും അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ, കൽപ്പന ചൗള പോലെയുള്ള ആൾക്കാരൊക്കെ, അദ്ദേഹം അങ്ങനെയുള്ളവരൊക്കെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അത് ചലഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരും ഉണ്ട്. പക്ഷേ ബട്ട് ദി ആക്ട് ഓഫ് ദി സെയിലർ ഓഫ് ദി ഫോർമിഡബിൾ വാസ് മച്ച് ബിഗർ തിങ്. അപ്പം ഫോർമിഡബിൾ എന്ന് പറയുന്ന കപ്പലിലെ നമ്മുടെ സെയിലറിന്റെ പ്രവൃത്തിയാണ് ഏറ്റവും സവിശേഷമേറിയത്. അതിന്റെ കാരണം എന്താണ്? അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അർത്ഥം. ഹിയർ വാസ് നോ ത്രിൽ ഓഫ് ഗ്യാലൻട്രി. ഗ്യാലൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കീർത്തി ചക്ര അല്ലെങ്കിൽ ധൈര്യത്തിന് നമ്മൾ, അല്ലെങ്കിൽ ധീരമായിട്ടുള്ള പ്രവൃത്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചക്രവ്യൂഹം ഒക്കെ പറയില്ലേ, ചക്രവ്യൂഹം അല്ല, ഒരു അവാർഡ്. അപ്പൊ അതാണ് ഗ്യാലൻട്രി എന്ന് പറയുന്നത്. ഗ്യാലൻട്രി ഓഫ് ആർമി എന്ന് പറഞ്ഞാൽ കീർത്തി ചക്രയാണ്. ദ സൂപ്പർ മോസ്റ്റ് ഗ്യാലൻട്രി അവാർഡ് ഓഫ് ആർമി എന്ന് പറഞ്ഞാൽ കീർത്തി ചക്രയാണ് ഇന്ത്യയിലെ. അപ്പൊ ദർ വാസ് നോ ത്രിൽ ഓഫ് ഗ്യാലൻട്രി ആൻഡ് നോ സ്പോർട്ടിംഗ് റിസ്ക്. അപ്പം ഈ സെയിലറിന്റെ മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കീർത്തി ചക്ര കിട്ടണമെന്നോ അതുപോലെ തന്നെ ഇതൊരു കായികപരമായിട്ടുള്ള ഒരു റിസ്ക് ആണെന്ന് പോലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മുങ്ങി മരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കീർത്തി ചക്ര കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ചെയ്തതുമല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയിട്ട് തന്നെ കാര്യം. ഹി ഡെൽറ്റ് ഇൻ കോൾഡ് സെർട്ടനിറ്റീസ്. അദ്ദേഹം വളരെ റിലാക്സ് ചെയ്തെടുത്ത തീരുമാനമാണ്. ദ ബോട്ട് ആൻഡ് സേഫ്റ്റി, ദ ഷിപ്പ് ആൻഡ് ഡെത്ത്, ഹിസ് ലൈഫ് ആൻഡ് ദി അതേഴ്സ്. അപ്പം അദ്ദേഹം ശാന്തമായിട്ട് എടുത്ത തീരുമാനമാണ് ആ കപ്പലും അതിൻ്റെ സേഫ്റ്റിയും, അതുപോലെ തന്നെ കപ്പലും മരണവും, അദ്ദേഹം മുങ്ങിച്ചാകാൻ പോവുകയാണ്, അല്ല മുങ്ങി മരിക്കാൻ പോവുകയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനവും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീട്ടിൽ ഇപ്പം അദ്ദേഹം അങ്ങനെ എടുത്ത് ആ കഥ ഓർക്കുന്നില്ലേ, അദ്ദേഹത്തിന് ലോട്ട് കിട്ടിയതാണ്. ആ ലോട്ട് വേറെ ഒരു കോമ്രേഡിന്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പേരൻസ് എല്ലാം ഉണ്ട്, എനിക്ക് അങ്ങനെ ആരുമില്ല നോക്കിയിരിക്കാൻ, അങ്ങനെ മറ്റുള്ളവർക്ക് കരുതിയാണ് അദ്ദേഹം ആ ഒരു തീരുമാനമെടുത്തത്. ഹിസ് ലൈഫ് ഓർ ദി അതേഴ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ള ആൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് ഹി തോട്ട് ഓഫ് ഹിസ് ഹോം കോംറേഡ്സ് ഓൾഡ് പേരന്റ് അറ്റ് ഹോം ആൻഡ് ചൂസ് ഡെത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ സഖാവായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടുള്ള ആൾക്ക് അവിടെ നോക്കിയിരിക്കാൻ ഓൾഡ് പേരൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആ വീട്ടിൽ പ്രായമുള്ള ആൾക്കാർ അദ്ദേഹത്തെ നോക്കിയിരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം സ്വയമേ മരണം സെലക്ട് ചെയ്തത്. I was a great end. I wonder whether you or I would be capable of it. I would give much to feel that I could answer in the affirmative, that I could take my stand on the spiritual plane of that unknown sailor. അപ്പം നമ്മുടെ ഓതർ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്, എങ്ങനെ അവസാനിപ്പിക്കുന്നത്, അദ്ദേഹം പറയുന്നത്, എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും ആ സെയിലർ എടുത്തതുപോലെ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കത്തില്ല. നമ്മളെ കൊണ്ട് ആവുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പ്ലെയിൻ, അദ്ദേഹത്തിൻ്റെ ആത്മീയപരമായ ആ ഒരു ചിന്താഗതിയെ നമുക്ക് എടുക്കുവാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹം കാണിച്ചു തന്ന സ്പിരിച്വൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ അദ്ദേഹം സ്നേഹിക്കുകയുണ്ടായി. ആ ഒരു കാര്യത്തിൽ അത് മാത്രം നമുക്ക് എടുക്കാൻ സാധിക്കും. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കൂട്ടുകാരന് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തുക, അല്ലെങ്കിൽ കൂട്ടുകാരന് വേണ്ടി ജീവിതം മാറ്റി വെക്കണം എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ ആ ഒരു സെയിലർ എടുത്തതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്പിരിച്വൽ പ്ലെയിൻ, ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണമെന്ന് പറയും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവരിലും ഒരു ധീരന്റെയും ഭീരുവിൻ്റെയൊക്കെ ഒരു സ്വഭാവങ്ങൾ, ഭീരുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ കാണുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഡിസ്രേലിയുടെ കാര്യം പറഞ്ഞു. എൻ്റെ ഭർത്താവിന് ധാർമ്മിക ധൈര്യമുണ്ട്, മോറൽ സൈഡ് കൂടുതലാണ്, പക്ഷേ അദ്ദേഹത്തിന് ശാരീരിക ധൈര്യം ഒട്ടുമില്ലായിരുന്നു, ഫിസിക്കൽ കറേജ് ഇല്ലായിരുന്നു. അതൊക്കെ നമ്മൾ മിസ്സസ് ഡിസി പറഞ്ഞ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഗാർഡിനർ ഓതർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ധാർമ്മിക ധൈര്യവും ശാരീരിക ധൈര്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്നവനാണ് യഥാർത്ഥ ധീരൻ. താങ്ക് യു. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ രത്ന ചുരുക്കം, അല്ലെങ്കിൽ ദ കാതൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു മോറൽ സൈഡാണ്. ഈ ഒരു മോറൽ സൈഡ് ആൻഡ് ഫിസിക്കൽ സൈഡ് ഒരുമിച്ച് കൊണ്ടുപോകും. അതിന് അദ്ദേഹം പറയുന്നത് സെയിലറിന്റെ ജീവിതം തന്നെയാണ്. അപ്പൊ ആ ജീവിതം
മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു ഇവൻറ്റ്സ് കുറേ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഫ്ലാൻഡേഴ്സിലെ ആ ഒരു ക്രിസ്മസ് കാര്യങ്ങൾ, ഫോർമിഡബിൾ ഷിപ്പിലെ ഒരു കാര്യം, പിന്നെ എവിടെയാണ് സീലറിൻ്റെ കാര്യം, പിന്നെ നമ്മുടെ മാർക്ക് ട്വെയിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ കാര്യം, പിന്നെ മിസ്സസ് ഡിസിയുടെ കാര്യം. മാർക്ക് ട്വെയിൻ്റെ കഥാപാത്രം എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഉപയോഗിച്ചു, ആ പെണ്ണ് മരിച്ചുപോയി, ഡ്രോൺ മുങ്ങിപ്പോയി. അതൊക്കെയാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറിയിൽ പഠിക്കാനെന്ന് പറയുന്നത്.